ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. പിതാവേ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്ന നമ്മല്ല, അവനെ പോലെയുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നറിഞ്ഞു ചെയ്തുകൊണ്ട് ആദ്യത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ റിനീഷിനെയും നാൻസിയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുദ്ധ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച വിശുദ്ധരായി ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. കുടുംബത്തിലെ കാവൽക്കാരനായ മാറിയോസേഫെ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ സുരക്ഷിതമായി കാത്തോളം ആമേ.
സകല സൗഭാഗ്യങ്ങളും സഭയിൽ നിരന്തരമായി ലോകത്തിന്റെ പ്രകാശമാകുന്നു അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുടെ ചെയ്ത നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. എന്റെ സഹോദരേ, നിങ്ങൾ ഇന്ന് ശ്രദ്ധയോടെ ശ്രമിക്കുവിൻ. വിശുദ്ധ പത്രോസിലെ എഴുതിയ ഒന്നാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് അണിയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വമോ നിഷ്കളങ്കമായ പെരുമാറ്റം കാണുന്ന മൂലമാണ് ഇത് സാധ്യമാവുക. ഭാര്യമുടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുശരീരമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരാക്കുകയും ചെയ്തിട്ടുണ്ട്. സാരാതെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരിക്കല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ പരിഗണന മാത്രമാണെങ്കിലും ജീവിതാരംഭമായ കൃപയ്ക്ക് തുല്യാവകാശിയെതിരെ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രദ്ധിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അറിയിച്ചു നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 2:1 മുതലുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീ, എനിക്കും നിനക്കും എന്ത്?
എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോഴും നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞിനെ ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ശിവായത്രയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നേ ദിവസത്തിന്റെ കേന്ദ്ര കഥാപാത്രങ്ങളായ ട്രിനിറ്റി, നൈസി, ഈ ഒരു വിവാഹം പരികർമ്മം ചെയ്യാനായിട്ട് ഞാൻ ഈ ധ്യാനത്തിൽ നിൽക്കുമ്പോൾ ഞാൻ 17 വർഷം പിന്നിലോട്ട് ആലോചിക്കുകയാണ്. ഞാൻ ട്രിനിറ്റൊക്കെ ഒരുമിച്ച് SSLC വരെ ഒരുമിച്ച് പഠിച്ചവരാണ്. കരാമംഗലത്തുള്ള സ്കൂളിലാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. ഞാൻ പട്ടം കിട്ടിയതിന് ശേഷം കൂടെ പഠിച്ചവരുടെ ആദ്യത്തെ വിവാഹമാണ് ഞാൻ നടന്നത്. ഇതിനു മുന്നേ നമ്മുടെ ടെലുവിൻ്റെ വിവാഹം നടന്നിരുന്നു, ക്ഷണിച്ചിരുന്നു, വരാൻ പറ്റിയില്ല. ജിതുവിൻ്റെ വിവാഹം നടന്നിരുന്നു, ക്ഷണിച്ചിരുന്നു, വരാൻ പറ്റിയില്ല. ഇപ്പം ഞങ്ങളൊരു 17 വർഷം മുമ്പത്തെ ഒരു സ്നേഹബന്ധത്തിൻ്റെ പേരിലാണ് ഞാൻ ഈ ദേവാലയത്തിൽ ട്രിനിറ്റിൻ്റെ കല്യാണം വിവാഹം ആശീർവദിക്കാനായിട്ട് ദേവാലയത്തിൽ നിൽക്കുന്നത്. ട്രിനിറ്റി വിളിച്ചതിനും ഓർത്തതിനൊക്കെ പ്രത്യേകം നന്ദി. ഇന്ന് ഈ വിവാഹത്തിനായിട്ട് നമ്മൾ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ട്രിനിറ്റിനും നൈസിക്കും അവരുടെ മാതാപിതാക്കൾ അവർക്ക് പറ്റാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. നല്ല വസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ രീതിയിൽ അലങ്കരിച്ച വാഹനങ്ങൾ അവർ ദേവാലയത്തിൽ എത്തിയിട്ടുണ്ട്. ഇതിന് ശേഷമുള്ള ഭക്ഷണ ക്രമീകരണങ്ങളായാലും എല്ലാം തന്നെ അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർ മനോഹരമായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ ഓർമ്മകൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് നല്ല ഫോട്ടോഗ്രാഫേഴ്സിനെ എത്തിച്ചിട്ടുണ്ട്. ആ സാഫിനോട് പഠിച്ചതാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പൊ ഇത്രയും നല്ലത് കൊടുക്കാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ദ ബെസ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും നല്ലത് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ഈശോയ്ക്കാണ്. ഇന്ന് ഈ 2 പേര് ദേവാലയത്തിലായതുകൊണ്ട് വിവാഹം എന്ന ഉദാശയിൽ ഒരുമിച്ചൊരു കുടുംബത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ സഭയുടെ അടിത്തറയാണ്. സഭ പണിതു വരുത്തേണ്ടത് ഈ കുടുംബങ്ങളിൽ നിന്നാണ്. ഇവരുടെ മക്കള്, അവരുടെ മക്കള് തുടങ്ങി സഭ വളർന്നു വരേണ്ടത് ഈ ചെറിയ കുടുംബത്തിൽ നിന്നാണ്. 2 പേരിന് മുതൽ 2 ഒന്നായി ജീവിച്ചു തുടങ്ങുകയാണ്. 2 വീടുകളിൽ നിന്നുള്ളവരെ, 2 പശ്ചാത്തലത്തിൽ ജീവിച്ചു വളർന്നവരെ ഇനി മുതൽ ഒന്നായി ഒരു ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് ജീവിച്ച് നടന്ന് എടുക്കാനായിട്ട് പോവുകയാണ്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രമാത്രമാണ്. നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് ഈശോ ചെയ്ത അത്ഭുതമാണ്. തന്റെ പരിസ്ഥിതി ജീവിത കാലഘട്ടത്തിലെ ആദ്യമായി ചെയ്ത അത്ഭുതം അതൊരു വിവാഹം നടക്കുന്ന വീട്ടിലാണ്. ആദ്യമായി ചെയ്ത അത്ഭുതം കുദാശകളിൽ വിവാഹം എന്ന ഒരു കുദാശയോട് അനുബന്ധിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് എത്രമാത്രം പ്രാധാന്യം വിവാഹം എന്ന കുദാശയ്ക്ക് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 2 പേരുടെ സന്തോഷത്തില് കുറച്ചു കഴിഞ്ഞ് നമ്മൾ ഉടമ്പടിയൊക്കെ വായിച്ചു കിടന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് പോവുകയാണ്. അതിൽ പറയുന്ന ഓരോ വാക്കും ജീവിതത്തിനോട് ചേർത്ത് വെച്ച് ജീവിക്കാനായിട്ട് നമുക്ക് 2 പേർക്ക് സാധിക്കണം. ഇന്ന് ഈ ഉടമ്പടിയൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞ് നമ്മൾ താലി കൊടുക്കും, മന്ത്രകോടി കൊടുക്കും, മോതിരം കൊടുക്കും, പിന്നീട് നമ്മൾ ജപമാല കൊടുക്കും. ഒരുപക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഈ കിട്ടുന്ന ജപമാല വിവാഹത്തിന് സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആരും തൊടാത്ത രീതിയിൽ അത് ഷോക്കേസിൽ നമ്മൾ കൊണ്ടുവയ്ക്കും പരിഭാവനമായിട്ട്. ഈ ജപമാല നമ്മൾ ഓരോ ദിവസവും ചെല്ലേണ്ടതാണ്.
കാരണം ഈ കല്യാണ വീട്ടിലെ കുറവ് കണ്ടെത്തിയത് പരിശുദ്ധ കന്യകാമറിയാണ്. അവർക്ക് വീട്ടില്ല എന്ന് പറഞ്ഞ് ഈശോയോട് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് പരിശുദ്ധ കന്യകാമറിയാണ് ആ വീട്ടിലെ കുറവ് കണ്ടുപിടിച്ചത്. നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ കണ്ടെത്താനായിട്ട് അമ്മ വഴി സാധിക്കും. ആ കുറവുകളെ നിറവുകളാക്കാനായിട്ട് ഈശോയ്ക്ക് സാധിക്കും. ആ ഈശോയ്ക്ക് സാധിക്കാനും ഇടപെടാനും നിങ്ങളെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അനുഗ്രഹങ്ങൾ ഭക്ഷിക്കാനായിട്ട് നിങ്ങൾ ഈശോയുടെ മുമ്പിൽ വരണം. അത് ദേവാലയമാകാം, കുടുംബ പ്രാർത്ഥനയാകാം, വീട്ടിലാകാം, എവിടെയായിരുന്നാലും തീരുമാനമെടുക്കുമ്പോൾ ഈശോയുടെ മുമ്പിലായിരുന്നുകൊണ്ട് നല്ല തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആശംസകൾ റിനിറ്റിനും നൈസിക്കും നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി നൈസിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നവർ. നൈസി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി റിനിറ്റിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നവർ. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടി അടയാളമായി പരസ്പരം വലതുകര ശബ്ദം ചെയ്യുകയും സ്നേഹത്തോടുകൂടി നയിക്കുവാൻ നമ്മുടെ കർത്താവായ നിങ്ങളുടെ വിവാഹത്തിന് ബന്ധിതരാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശുകളുടെ വഴിയെ സമീപമായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ പ്രതീകമായ അഭീതമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിപ്പിക്കുവാനാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളെ സന്തോഷപൂർവ്വം സ്നേഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശു വരത്തെ ശക്തി നൽകട്ടെ. ഇതിനുള്ള വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെ വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്നേഹവും വഴി തിരിക്കുവാൻ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. മണവാട്ടിയായ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ യോഗ്യരാക്കുകയും ചെയ്യണമേ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തരായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആന്തരിക സമ്പന്നതാലും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ.
അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരരെ, സദാവിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരണം സ്വീകരിക്കാനും അവരുടെ രക്തപാനം ചെയ്യാനും തിരുസഭകളെ ക്ഷണിക്കുന്നു. നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പൂവായി. വെൺമാലാഖ നിൻ നാമം വാഴ്ത്തി, കന്യാവന ശാഖയിൽ കാലമൊരുണ്ണിപ്പൂവായി. മന്നാകയും കാക്കുവാൻ ഓമന പൈതൽ വന്നേ. മാതേ പാരിതിൽ പെറ്റമ്മ കണ്ണേയോ, വീണാ നൊമ്പരം താണ്ടുന്നോളേ മറിയേ. ഓർത്തേ നിൻ പുകഴ് പാടുന്നേ ഞങ്ങൾ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെയും കൂടെ ആയിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. പാടിയില്ല ദൈവമേ, ഞങ്ങളെന്നും സ്തുതിക്കുന്നു. Hold on to me, and I'll hold on to you. As long as we are together, there's nothing we can't do. So stay close to me.
வெத்தல மாத்தி முடிச்சு பையன் வந்தாச்சு. பூவை தொடுத்து சேல மடிச்சு பொண்ணு வந்தாச்சு. கண்டத பேசி டைம் வேஸ்ட் பண்ணாத பையன் தங்கம் மிஸ் பண்ணாத. சாரே சாரு யாரு கால பிரபு தோய் அள்ளி அள்ளி குடுக்கு கால பிரபு தோய். சாரே சாரு யாரு கால பிரபு தோய் அள்ளி அள்ளி குடுக்கு கால பிரபு தோய். சிரிப்பு திரி கத்திச்சு கல்வின தேன நிக்கணராவ ரவிந்த ചുട്ടില മുത്തടക്കത്തൊരു മാല ചുടനരോള് മറந்த കൽവിലെ ആനന്ദ മുത്തുന്ന ചെഞ്ചര മുഞ്ചുള്ള നാള് ഒളന്ന പത്തയ്ക്ക് സാവിന്റെ ചുട്ടില ഓനെഴുതുന്നൊരു രാവ്. ില് താളത്തില് കാനോട്ടിന് പാടും ഒരു ഓളത്തില് കൂട്ടാക്കി പാടാൻ ഞാൻ പാടുന്നു. ഓളിനോ ഒരു വ്യത്യാസമുണ്ട് ഒരു കാലത്ത് കാണാനോ ബാക്കി. ഒരു രാവ് വന്ന് നിൽക്കട്ടോ സന്തനക്കട്ട ആട്ടം ബമ്പറക്കട്ട പാത്ത വെച്ചിട്ട് പട്ടാസേ പാത്ത പല്ലാട നമ്മ രാജ ഗല്ലാട റിണ്ട നമ്മോട് ഹേ ഹേ എന്നാ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ. ജന്തുക്കളെല്ലാം
മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം It's our pleasure to introduce to you for the very first time Rinit and Naisi as husband and wife. And a hearty congratulations from all of us. Welcome Rinit and Naisi. നമ്മുടെ കപ്പിൾസിനെ ഒന്ന് പരിചയപ്പെടാം. Our groom Rinit is working as a civil police officer at Damarpuram THQ and our bride is working as a pharmacist at Jubilee Mission Medical College. വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒത്തുചേരൽ മാത്രമല്ല, ഇവിടെ ഒന്നാകുന്നത് അവരുടെ കുടുംബങ്ങൾ കൂടിയാണ്. ഈ വേദിയിൽ ഇവർക്കൊപ്പം ചേരാനുള്ളത് രണ്ടുപേരുടെയും ഫാമിലി മെമ്പേഴ്സ് ആണ്. ആദ്യമായി റിനിറ്റിന്റെ ഫാമിലി ഫാദർ മിസ്റ്റർ ദേവസി ആൻഡ് മദർ മിസ്സിസ് പുഷ്പം, സിസ്റ്റർ ദീപി ആൻഡ് ഹർ ഡോട്ടർ ജനേലിയ. നല്ലൊരു കയ്യിൽ കൊടുക്കാം. അടുത്തത് നമ്മുടെ ബ്രൈഡിന്റെ ഫാമിലിയാണ്. ഫാദർ മിസ്സിസ് റോയ് ആന്റണി ആൻഡ് മദർ മിസ്സിസ് വീണ. I welcome all to the stage. അടുത്തത് candle lighting ആണ്. I am the light of the world. Whoever follows me will never walk in darkness, but will have the light of life. ലോകത്തിന്റെ പ്രകാശമായ ഈശ്വരനെ അനുസ്മരിച്ചുകൊണ്ട് ദീപം തെളിയിക്കുന്നതിനായി റിനിറ്റിനെയും നൈസിയെയും ക്ഷണിക്കുന്നു. അടുത്തത് കേക്ക് കട്ടിംഗ് സെറിമണിയിലേക്ക് പ്രവേശിക്കാം. Cake is a symbol of happy married life that the couple would enjoy from this day forward. രണ്ടുപേരെയും കേക്ക് കട്ട് ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. Wine-dosing ceremony-ആണ്. Sharing a sip of wine symbolizes their promise to face both the sweet and bitter moments of life together. ഇനി വധൂവരന്മാർ പരസ്പരം ഹാരം അണിയിക്കുകയാണ്. ഇവർക്ക് ഹാരം എടുത്തു നൽകുന്നതിനായി ഇരുവരുടെയും അമ്മമാരെ ക്ഷണിക്കുന്നു. Not
കണി നീ എൻ കണ്ണിൽ നിറയും കണി നീ ഞാൻ കവിത എഴുതും മൊഴി നീ പൂങ്കൊടി നീ സുഹൃതം നീ സുഖവും നീ സകലം നീ അഖിലം നീ നീ ഞാനും നീയും ഒന്നാണ് കാലം തന്ന നിധിയാണ് പുലരികൾ കാണാൻ പോകാം പൂവനങ്ങൾ തേടി പോകാം നമ്മെ മറക്കാതെ നാമായി വാഴാൻ ഒന്നായി കൈകോർത്ത് പോകാം പ്രഭാതമേ പ്രതീക്ഷ നീ പ്രകാശമേ വഴികാട്ടു നീ നീയും ഞാനും ഒന്നാണ് കാലം തന്ന നിധിയാണ് ഞാൻ കാത്തിരുന്ന കനി നീ എൻ കണ്ണിൽ നിറയും കണി നീ ഞാൻ കവിത എഴുതും മൊഴി നീ പൂങ്കൊടി നീ സുഹൃതം നീ സുഖവും നീ സകലം നീ അഖിലം നീ നീ
പോലെ ഭൂമിയുമാകണമേ. ഞങ്ങൾ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ എനിക്കപ്പെട്ടവനാകുന്നു. And driving through the clouds and gazing at them stars. It's so beautiful with you. Waking up to your smile, all dazed and dreaming.